ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതലുള്ള വചനഭാഗം. പ്രധാനമായിട്ടും ഈശോ ശിഷ്യന്മാരെ ബഥാനിയയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്യുന്ന വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ വചനഭാഗത്തിൽ ഈശോ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ മാത്രം ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നു കൊടുക്കുകയാണ്. എന്താണ് യഥാർത്ഥമായ വിശുദ്ധ ലിഖിതം എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, അത് ഈശോ മിശിഹ തന്നെയാണ്. അവിടെ നിന്നാണ് യഥാർത്ഥമായ സുവിശേഷം എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ള യഥാർത്ഥമായ വഴി, സ്വർഗരാജ്യത്തിലേക്ക് എപ്രകാരം നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈശോ ശിഷ്യന്മാർക്ക് പ്രേക്ഷിതവേല ഏൽപ്പിക്കുമ്പോൾ ഈ ഒരു സുവിശേഷം പ്രഘോഷിക്കാനാണ് ഈശോ പ്രധാനമായിട്ടും അവരോട് പറയുന്നത്. ഈശോ ജീവിച്ച ആ വഴിയിലൂടെ നടന്നാൽ മാത്രമേ നിങ്ങൾക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ ശിഷ്യന്മാരിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. യഥാർത്ഥമായ ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് സഹനത്തിലൂടെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു. പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. പീഡാസഹനങ്ങളിലൂടെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു. അവസാനം സ്വയം ബലിയായി തീർന്ന് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായി സമർപ്പിച്ചുകൊണ്ട് ഈശോ ആ സുവിശേഷമോടെ പൂർത്തിയാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലൊരു സുവിശേഷമായിട്ട് മാറേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, നിരാശകളുണ്ടാകും, പ്രലോഭനങ്ങളുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കണം. ഈ ലോകത്തിൽ ഇവയൊക്കെ ദൈവം നമ്മുടെ മുന്നേറ്റത്തിനായിട്ട് തരുന്നതാണ്. പക്ഷെ നമ്മൾ ഓർക്കുക, ഇവയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈശോയാകുന്ന സുവിശേഷം നമ്മുടെയൊക്കെ ഹൃദയത്തിലും നമ്മൾ വാർത്തെടുക്കും. അതിനുവേണ്ടി കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് അനുദമിച്ച് ദൈവം നൽകിയ കൂദാശകൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങണം. പലപ്പോഴും നിരാശയിൽ വീഴുമ്പോൾ ദൈവത്തെ പഴി പറയാതെ ദൈവം നൽകിയ ഒരു സൂചനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിരാശയെ ദൈവത്തിന് സമർപ്പിക്കുക. ജീവിതത്തിൽ പല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനത്തെ അതിജീവിച്ച ആ ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ പ്രലോഭനത്തെ അതിജീവിക്കാനായിട്ട് നമ്മളിപ്പോഴും ശ്രദ്ധിക്കുക. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ ഈശോ മിശിഹായെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ സഹനം എനിക്ക് വേണ്ടി ഈശോ ക്രൂശിലേറ്റിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സഹനത്തെ കർത്താവിൻ്റെ തിരുമുറിവിൽ സമർപ്പിച്ചുകൊണ്ട് ആ സഹനത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓർക്കുക, എല്ലാത്തിൻ്റെയും അവസാനം ഒരു ഉദ്ധാനമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ സഹനത്തിൻ്റെയും വേദനകളുടെയും അവസാനം ഒരു ഉദ്ധാനം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഉദ്ധാനത്തെ കാത്തിരുന്നുകൊണ്ട് സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിരാശയെ അതിജീവിക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവം നൽകിയ സഹനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു സുവിശേഷമായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഒത്തുചേർന്നുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഒരു ജീവിതം കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.